Dear students, now we shall begin the next lesson, the price of flowers. Please take page number 51. The price of flowers. പ്രൈസ് അർത്ഥം വില, ഫ്ലവേഴ്സ് അർത്ഥം പൂക്കൾ, അതായത് പൂക്കളുടെ വില. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ദ ബോൺസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആർ വെരി സ്ട്രോങ്. ബോൺസ് എന്ന് പറഞ്ഞാൽ ബന്ധം അല്ലേ? എന്തിൻ്റെ ബന്ധമാണ്? ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ആ ബന്ധം അത് വളരെ സ്ട്രോങ് ആണ്. ദേ ആർ സോ കോംപ്ലക്സ്. കോംപ്ലക്സ് മീൻസ് സങ്കീർണമായ. ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു എക്സ്പ്ലെയിൻ. ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് വി കനോട്ട് എക്സ്പ്ലെയിൻ വിത്ത് അവർ വേർഡ്സ്. അത് അതിനും മേലെയാണ്. വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഹാവ് എ സൂത്തിങ് ഇഫക്റ്റ് ആൻഡ് ദേ സിമെന്റ് ദ ബോൺസ് ഓഫ് റിലേഷൻഷിപ്പ്. ഇപ്പം വേർഡ്സ് ആൻഡ് ഡീഡ്സ്, വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ, ഡീഡ്സ് അർത്ഥം പ്രവൃത്തികൾ. ഇപ്പോൾ ഈ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരുപോലെയാണെങ്കിൽ ഇറ്റ് ഹാസ് എ സൂത്തിങ് ഇഫക്റ്റ് അല്ലേ? സൂത്തിങ് മീൻസ് കംഫർട്ടിങ്. നമ്മളെയൊക്കെ ഒരു എന്താണ്, ഒരു ആശ്വാസം നൽകുന്ന ഒരു ഇഫക്റ്റാണ് നമുക്ക്, അല്ലെങ്കിൽ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ദേ സിമെന്റ് ദ ബോൺസ് ഓഫ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം, നമുക്ക് വെൻ വി കൺസ്ട്രക്റ്റ് എ ഹൗസ്, നമ്മൾ കെട്ടിടം പണിയുന്നത് ഒന്നെങ്കിൽ വെട്ടുകലാകാം, അല്ലെങ്കിൽ ബ്രിക്സ് ആകാം, അതായത് ഇഷ്ടിക ചുടുകട്ട, അല്ലെങ്കിൽ സിമൻറ്റ് കട്ട. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ സിമൻറ്റ് കട്ട ഇങ്ങനെ പുറക്കി വെക്കുകയല്ല, അല്ലെങ്കിൽ വെറുതെ വെട്ടുകല്ല് പുറക്കി വെക്കുകയല്ല, അല്ലെങ്കിൽ വെറുതെ ഇഷ്ടിക പുറക്കി വെക്കുകയല്ല. പകരം എന്താണ്, ഇറ്റ് ഈസ് ഇതിൻ്റെ വെട്ടുകല്ല് വെച്ചാൽ അതിൻ്റെ മുകളിൽ എന്താ വെക്കുന്നത്? സിമൻറ്റ് ഇടും അല്ലേ? അപ്പോൾ ഈ ഒരു സിമൻറ്റ് തമ്മിൽ, ഈ കട്ടകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പോലെ ഈ വാക്കുകളും പ്രവൃത്തികളും ഒരുപോലെയാണെങ്കിൽ നമുക്ക് ഒത്തിരി ആശ്വാസം നൽകുന്നതാണ്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് വേർഡ്സ്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അതല്ലേ? അപ്പോൾ ഈ വാക്കുകളുടെ ഒരു ഇമ്പാക്റ്റ്, അതാണ് ഈ കഥയിൽ പറയുന്നത്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, പ്രഭാന്ത് കുമാർ മുഖോപാധ്യായ. It was nearly 1 o'clock and I was, page number 51. It was nearly 1 o'clock and I was feeling extremely hungry. The incident takes place at 1 o'clock and the author says that he was extremely hungry. Extremely എന്ന് വെച്ചാൽ വളരെ അല്ലേ? അദ്ദേഹത്തിന് ഭയങ്കര വിശപ്പായിരുന്നു. So I made my way slowly to a vegetarian restaurant which was not far away in സെൻറ്റ് മാർട്ടിൻസ് ലെയിൻ. ലൈൻ എന്ന് പറഞ്ഞാൽ ചെറിയ വഴികളാണ് കേട്ടോ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? സിൻസ് ദ ഓദർ വാസ് വെരി ഹംഗ്രി. ഓദർ ആരാ? പ്രഭാന്ത് കുമാർ മുഖോപാധ്യായ. ആൻഡ് ഇറ്റ് വാസ് 1 o'clock. സോ ഹി മേഡ് ഹിസ് വേ സ്ലോലി ടു എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു നീങ്ങി. Where was the vegetarian restaurant? It was in സെൻറ്റ് മാർട്ടിൻസ് ലെയിൻ. അപ്പോൾ ഈ സെൻറ്റ് മാർട്ടിൻ ആ ഒരു വഴിയുടെ ആ സൈഡിലായിരുന്നു ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ലഞ്ച് അവേഴ്സ് ഇൻ ലണ്ടൻ റെസ്റ്റോറൻറ്റ്സ് വെർ നോട്ട് സോ ക്രൗഡഡ് ഇൻ ദോസ് ഡേയ്സ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരിങ്ങനെ ഉച്ച നോക്കി വയ്ക്കാൻ, ഊണ് കഴിക്കാൻ നോക്കുന്ന പോലെ അത്രയും വലിയ ക്രൗഡർത്ഥം തിരക്ക്. അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. I found not more than 3 or 4 hungry people scattered around the room. അദ്ദേഹം പറയുകയാണ്, ഒരു 3-4 ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സ്കാറ്റേഡ് എന്ന് വെച്ചാൽ ചിതറി അവിടെ ഇരിക്കുകയാണ്. I chose a table, seated myself and opened the newspaper. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ റെസ്റ്റോറൻറ്റിൽ പോയി അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഇരുന്നു. ആൻഡ് ഈ ഓപ്പൺ ദ ന്യൂസ് പേപ്പർ, എന്നിട്ട് അന്നത്തെ പത്രം എടുത്ത് വായിക്കാൻ തുടങ്ങി. A waitress came up and waited politely for my order. നമുക്കറിയാം, when we go to a restaurant, നമുക്ക് സാധാരണ ഹോട്ടലിലേക്കാണെങ്കിൽ ദർ വിൽ ബി മെനു കാർഡ് അല്ലേ? ആ ഹോട്ടലിൽ സെർവ് ചെയ്യുന്ന ഫുഡിൻ്റെയൊക്കെ ലിസ്റ്റ് കാണും. ഇപ്പോൾ ഇവിടെ വെയിട്രസ്, ഇപ്പോൾ ഇവിടെ എന്താണ്, ലേഡി ആട്ടോ, അല്ലെങ്കിൽ പെൺകുട്ടിയാണ്. നമുക്കറിയാം, ഇപ്പോൾ എയർ ഹോസ്റ്റസ് അല്ലേ? എയർപ്ലെയിനിൽ ജോലി ചെയ്യുന്ന എയർ ഹോസ്റ്റസ് നമുക്കറിയാം. ആൻഡ് വെയിറ്റഡ് പൊളൈറ്റ്ലി ഫോർ മൈ ഓർഡർ.
വളരെ പൊളൈറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഐ റൈസ് മൈ ഐസ് ഫ്രം ദ പേപ്പർ, ഗ്ലാൻസ് അറ്റ് ദ മെനു. ഗ്ലാൻസ് എന്ന് പറയുന്നത് മീൻസ് ലുക്ക്ഡ് കേട്ടോ. ലുക്ക്ഡ് അറ്റ് ദ മെനു, അതായത് മെനു കാർഡിൽ നോക്കി. ആൻഡ് ടോൾഡ് ഹെയർ വാട്ട് ഐ റിക്വയർഡ്. എന്നിട്ട് ആ മെനു കാർഡ് നോക്കിയിട്ട് അദ്ദേഹത്തിന് എന്താണ് ആവശ്യമുള്ളത് അദ്ദേഹം അത് ഓർഡർ ചെയ്തു. താങ്ക് യു സർ, ഷീ സെഡ് ആൻഡ് വെൻ ബ്രിസ്ക്ലി ആൻഡ് നോയ്സ്ലെസ്ലി എവേ. ബ്രിസ്ക്ലി മീൻസ് ക്വിക്ക്ലി, പെട്ടെന്ന്. നോയ്സ്ലെസ്ലി ഭയങ്കര നല്ല സ്പീഡിൽ പോവുകയും ചെയ്തു, എന്നാൽ ഒച്ച വെക്കാണ്ടാണ് പോയത്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് മൈ അറ്റൻഷൻ വാസ് ഡ്രോൺ ടു എ ടേബിൾ നോട്ട് ഫാർ ഫ്രം മൈൻ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടേബിളിലേക്ക് പോയി. എ യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് ദർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ടേബിളിൽ ആരാ ഇരുന്നത്? എ യങ് ഇംഗ്ലീഷ് ഗേൾ, ഒരു ചെറുപ്പക്കാരിയായ ഒരു ഇംഗ്ലീഷ് ഗേള്. ഷീ ഹാഡ് ബീൻ വാച്ചിങ് മീ വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ് but turned her eyes away as soon as I looked at her. So this young English girl, she was looking at the author, അല്ലെങ്കിൽ she was looking at പ്രഭാത് കുമാർ മുഖോപാധ്യായ വിത്ത് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ വളരെ താല്പര്യത്തോടെയാണ് ഈ പെൺകുട്ടി ആരെ നോക്കിക്കൊണ്ടിരുന്നത്? ഓഥറിനെ. ആൻഡ് വെൻ ദ ഓഥർ ലുക്ക്ഡ് അറ്റ് ദിസ് യങ് ഗേൾ, ഓഥർ ഈ പെൺകുട്ടിയെ നോക്കിയ സമയത്ത് വാട്ട് ഡിഡ് ഷീ ഡു? ഷീ ടേൺഡ് ഹെർ ഐസ് അവേ ആസ് സൂൺ ആസ് ഐ ലുക്ക്ഡ് അറ്റ് ഹെർ. അപ്പോൾ ഈ ഓഥർ ഇവളെ നോക്കിയപ്പോഴത്തേനും ഇവളുടെ ഇത് ചെയ്തു. അതുവരെയും ടിൽ ദെൻ ദ ഇംഗ്ലീഷ് ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദ ഓഥർ. ബട്ട് വെൻ ദ ഓഥർ ലുക്ക്ഡ് അറ്റ് ഹെർ, ഉടനെ അവളുടെ ആ നോട്ടം മാറി. ദ ഗേൾ വാസ് 13 or 14 years old. ആ പെൺകുട്ടി പ്രായം എത്രയാണ്? 13-14 വയസ്സേ ഉള്ളൂ. ഹെർ ക്ലോത്ത്സ് ബിട്രേഡ് ഹെർ പോവർട്ടി. ഇവിടെ അർത്ഥം ബിട്രേ ഒരർത്ഥം വഞ്ചിക്കുക എന്നാണ്, അല്ലെങ്കിൽ പറ്റിക്കുക എന്നാണ്, ഒറ്റുകൊടുക്കുക. ബട്ട് ഇയർ ഇറ്റ് മീൻസ് റിവീൽഡ്, വെളിപ്പെടുത്തി കേട്ടോ. ഹെർ ക്ലോത്ത്സ് ബിട്രേഡ് ഹെർ പോവർട്ടി. പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. അപ്പോൾ ആ ഡ്രസ്സ് കണ്ടപ്പോൾ മനസ്സിലായി ഇവളൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് മനസ്സിലായി. ഹെർ ഹെയർ ഹങ് ഇൻ ഹെവി സ്ട്രീം ഡൗൺ ഹെർ ബാക്ക്. മുടിയൊക്കെ നീളമുണ്ട്. ഹെർ ഐസ് വെയർ ലാർജ്. കണ്ണൊക്കെ വലിയതായിരുന്നു. ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. പക്ഷേ ഈ മുഖത്ത് ഈ കണ്ണിന് പ്രത്യേകം എന്താ? ഒരു സാഡ് എക്സ്പ്രഷൻ അല്ലേ, ഒരു സങ്കടമാണ്. ഐ വാച്ച്ഡ് ഹെർ വെൻ ഷീ വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ വുഡ് നോട്ട് നോട്ടീസ്. ഇപ്പോൾ ഇവളെ ഓതർ നോക്കി. അതായത് ഇവളിങ്ങനെ നോക്കാത്ത സമയത്താണ് ഓതർ ഇവളെ നോക്കിയത്, ഈ പെൺകുട്ടിയെ, 13-14 വയസ്സുള്ള പെൺകുട്ടിയെ നോക്കിയത്. മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷിങ് ഹേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലഞ്ചൊക്കെ വെയിറ്റേഴ്സ് കൊണ്ട് കൊടുത്തു. ആ സമയത്താണ് ഈ പെൺകുട്ടി അവളുടെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞത്. ദ വെയിട്രസ് ബ്രോട്ട് ഹെർ ദ ബിൽ. ഇയാളുടെ അടുത്ത് വന്ന ആ വെയിട്രസ് തന്നെ ഇവക്ക് ബില്ലും കൊടുത്തു. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആസ് വൺ ഗോസ് ഔട്ട്. ദ ഡെസ്ക് ഈസ് നിയർ ദ ഡോർ. ഇപ്പോൾ കൗണ്ടറിൽ ബില്ലൊക്കെ കൊടുക്കുന്നു. ഡോറിനടുത്തുള്ള അവിടെയാണ് ഡെസ്ക്. ദ ഗേൾ സ്റ്റുഡ് അപ്പ്. ഈ പെൺകുട്ടി എഴുന്നേറ്റു. മൈ ഐസ് ഫോളോഡ് ഹെർ. ഉടനെ ഓതർ ആരെ ശ്രദ്ധിച്ചു? ഈ പെൺകുട്ടിയെ. ആസ് ഷീ പെയ്ഡ് ഹെർ ബിൽ ഷീ ആസ് ദ കാഷ്യർ ഇൻ എ ലോ വോയിസ്. അപ്പോൾ അവൾ ബില്ല് കൊടുത്ത സമയത്ത് കാഷ്യറോട് വളരെ ലോ വോയിസ് എന്ന് പറഞ്ഞാൽ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, പ്ലീസ് മിസ്, ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെൻറ്റിൽമാൻ ഈസ് ആൻ ഇന്ത്യൻ. ഉടനെ ഈ പെൺകുട്ടി കാഷ്യറോട് ചോദിച്ചു, ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെൻറ്റിൽമാൻ ഈസ് ആൻ ഇന്ത്യൻ. ദാറ്റ് ജെൻറ്റിൽമാൻ, ഇവിടുത്തെ ദാറ്റ് ജെൻറ്റിൽമാൻ ആരാ?
പ്രഭാത് കുമാർ മുഖോപധ്യായ കേട്ടോ, അല്ലെങ്കിൽ ഓദർ. ഇപ്പം ആ ഓദർ അല്ലെങ്കിൽ പ്രഭാത് കുമാർ മുഖോപധ്യായ ഒരു ഇന്ത്യക്കാരനാണോ എന്നാണ് ഈ പെൺകുട്ടി കാഷ്യറോട് ചോദിച്ചത്. ഉടനെ പെൺകുട്ടി ചോദിച്ച മറുപടി എന്താ? ആ കാഷ്യർ കൊടുത്ത മറുപടി എന്താ? ഐ തിങ്ക് സോ, ദ കാഷ്യർ ആൻസേർഡ്. എനിക്ക് തോന്നുന്നത് ഹീസ് ആൻ ഇന്ത്യൻ. ഡസ് ഹി കം ഹിയർ ഓൾ ദ ടൈം? ഉടനെ പെൺകുട്ടി ചോദിച്ചു, ആ വ്യക്തി മിക്കപ്പോഴും നമ്മുടെ ഇവിടെ എല്ലായ്പ്പോഴും ഇവിടെ വരുന്നുണ്ടോ? പെർഹാപ്സ് നോട്ട്, ഒരു പക്ഷേ സാധ്യത കുറവാണ്. ഐ ഡു നോട്ട് റിക്കോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. എനിക്ക് തോന്നുന്നത് ഹീസ് കമ്മിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമാണ് വരുന്നത്, കാരണം ഇതിനു മുമ്പ് വന്നതായിട്ട് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല. താങ്ക് യു സെഡ് ദ ഗേൾ ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ വൺസ് മോർ വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ ആൻഡ് വെൻ്റ് ഔട്ട്. സ്റ്റാർട്ടിൽഡ് എയർ എന്ന് പറഞ്ഞാൽ സർപ്രൈസ് കേട്ടോ. ഇപ്പോൾ ഈ പെൺകുട്ടി ഈ കാഷ്യറോട് താങ്ക് യു പറഞ്ഞു. ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ വൺസ് മോർ, അതുപോലെ ഈ ഓദറെ ഒരിക്കൽ കൂടി നോക്കി. വിത്ത് എ സ്റ്റാർട്ടിൽ എയർ ആൻഡ് വെൻ്റ് ഔട്ട്, ഒരു അതിശയത്തോടെ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇറ്റ് സർപ്രൈസ് മീ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പെരുമാറ്റം ഓദറിൽ അത്ഭുതം സൃഷ്ടിച്ചു. വൈ? വാട്ട് വാസ് ദ മാറ്റർ? എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഞാനൊരു ഇന്ത്യക്കാരനാണോ എന്ന് ഓദറിനെക്കുറിച്ച് ആ കാഷ്യറോട് ചോദിച്ചില്ലേ? ഹെയർ ഇൻട്രസ്റ്റ് ഇൻ മീ റോസ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെയർ. അപ്പോൾ നമുക്കറിയാം, ദ യങ് ഇംഗ്ലീഷ് ഗേൾ ഷീ വാണ്ടഡ് ടു നോ മോർ അബൌട്ട് ദ ഓദർ, ഓർ ഷീ വാണ്ടഡ് ടു നോ മോർ അബൌട്ട് മിസ്റ്റർ പ്രഭാത് കുമാർ മുഖോപധ്യായ അല്ലെങ്കിൽ മിസ്റ്റർ ഗുപ്ത. അപ്പം മിസ്റ്റർ ഗുപ്തയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ഈ പെൺകുട്ടിക്ക് തോന്നി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ ഓദറിനും ഈ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് അദ്ദേഹത്തിനും ഈ പെൺകുട്ടിയുടെ ഇൻട്രസ്റ്റ് വർദ്ധിച്ചു. വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ഐ ആസ്ക്ഡ് ദ വെയിട്രസ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ച ശേഷം ഫുഡ് കൊണ്ടുവന്ന വെയിട്രസിനോട് ഓദർ ചോദിച്ചു, ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദെയർ? അപ്പുറം ഇരുന്ന ആ പെൺകുട്ടി ആരാണെന്ന് താങ്കൾക്ക് അറിയാമോ? ഉടനെ വാട്ട് വാസ് റിപ്ലൈ ഗിവൺ ബൈ ദ വെയിട്രസ്? നോ സർ, ഐ ഡു നോട്ട് നോ ഹെർ. എനിക്കറിയത്തില്ല ടു സ്പീക്ക് ഓഫ്. ഐ ഹാവ് നോട്ടീസ് ഷീ ഹാസ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേയ്സ്. പക്ഷെ എനിക്കറിയാം എല്ലാ ശനിയാഴ്ചയുമാണ് അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ? ശനിയാഴ്ച അല്ലാണ്ട് വേറെ ഒരു ദിവസം വരുന്നില്ലേ? ഐ നെവർ സീ ഹെയർ ഓൺ അതർ ഡേയ്സ്. ബാക്കി ഒരു ദിവസം ഞാൻ അവളെ കാണാറില്ല. ഹാവ് യു എനി ഐഡിയ ഹൂ ഷീ ഈസ്? താങ്കൾക്ക് അവളെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ഉടനെ മറുപടി എന്താ? പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. മിക്കവാറും ഇവിടെ തൊട്ടടുത്തുള്ള കടയിലായിരിക്കും അവൾ ജോലി ചെയ്യുന്നത്. ഹൗ ഡു യു നോ? അതെങ്ങനെ അറിഞ്ഞ്? സാറ്റർഡേ ഈസ് പേ ഡേ, ദാറ്റ് ഈസ് വെൻ ഷീ കംസ്. ഓൺ അതർ ഡേയ്സ് ഷീ മെ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച്. അല്ലേ, അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധിക്കുക അല്ലേ? ഇപ്പം നമുക്കറിയാം, എല്ലാവർക്കും സാറ്റർഡേ ആണ് അവളുടെ പേ ഡേ എന്ന് വെച്ചാൽ ശമ്പളം കിട്ടുന്ന ദിവസം. അതുകൊണ്ട് അന്ന് മാത്രമാണ് അവൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നത്. ഇതിന് കാരണം എന്നാ? ഷീ മെ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച്. കാരണം എല്ലാ ദിവസവും ലഞ്ചൊന്നും കഴിക്കാനുള്ള സാമ്പത്തിക ശേഷി ആർക്കില്ല? ഈ പെൺകുട്ടിക്ക് ഇല്ല അല്ലേ? ഇപ്പോൾ നമുക്കറിയാം, പെട്രോളിനൊക്കെ വില 90, 92, 93, അല്ല 100 ആകാറായി. എല്ലാ ആൾക്കാർക്കും അത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ, ഇത്രയും വില കൊടുത്ത്. എന്നാൽ നമുക്ക് നിവൃത്തിയോടുകൊണ്ട് നമ്മൾ വാങ്ങിക്കാതിരിക്കാൻ സാധിക്കുമില്ല. പെർഹാപ്സ് ഷീ ഡസ് നോട്ട് ഏൺ വെരി മച്ച്. ഏൺ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക. പക്ഷേ അവളുടെ വരുമാനം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ശമ്പളം കിട്ടുന്ന ശനിയാഴ്ച ദിവസം മാത്രം അവളിവിടെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നത്. ഐ വാസ് മൂഡ് ബൈ വാട്ട് ഷീ സെഡ്. ഇപ്പോൾ ഓദർ പറഞ്ഞു അവളുടെ സമ്പാദ്യം അല്ലെങ്കിൽ വരുമാനം വളരെ കുറവാണ്. ഇത് കേട്ടത്തേനും ഈ ഓദറിൽ വലിയൊരു മാറ്റം, അദ്ദേഹത്തിനൊരു സർപ്രൈസ് കേട്ടോ. അദ്ദേഹത്തിന് ഒത്തിരി ഈ പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി.
ദ ക്യൂരിയോസിറ്റി ഐ ഫെൽറ്റ് അബൌട്ട് ദ ഗേൾ പെർസിസ്റ്റഡ്. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ആകാംക്ഷ അല്ലെങ്കിൽ ജിജ്ഞാസ കേട്ടോ. അപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷ, ജിജ്ഞാസ, പെർസിസ്റ്റഡ്. അപ്പോൾ ഇവളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ളൊരു ആ ഒരു ജിജ്ഞാസ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ആരിൽ? ഓതറിൽ. ഇനി എന്നൊക്കെ അറിയേണ്ടത് ഹൂ വാസ് ദ ചൈൽഡ് അല്ലേ, ഈ കുട്ടി ആരാണ്? വൈ ഹാഡ് ഷീ ഇൻക്വയർഡ് അബൌട്ട് മീ. ഇൻക്വയർഡ് മീൻസ് ആസ്ഡ് അല്ലേ. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി എന്നെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഓതർ അല്ലെങ്കിൽ ഗുപ്ത. വാസ് സം മിസ്റ്ററി ദ കോസ് ഓഫ് ഹെർ ഇൻട്രസ്റ്റ് അല്ലേ. മിസ്റ്ററി മീൻസ് രഹസ്യം. എന്തെങ്കിലും നിഗൂഢതയുണ്ടോ, രഹസ്യമുണ്ടോ ഒക്കെ എന്നെക്കുറിച്ച് അറിയാനുള്ളത്. ഹെർ പോവർട്ടി സ്ട്രിക്കൺ അല്ലേ. നമുക്കറിയാം വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ്. സാഡ് ആൻഡ് ആങ്ഷ്യസ് ഫിഗർ ടുക്ക് പൊസഷൻ ഓഫ് മൈ തോട്ട്സ്. ആങ്ഷ്യസ് ഒരു പരിഭ്രാന്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു വേവലാതിയാണല്ലേ. ഇപ്പം ഇവിടെ മുഖത്ത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞതാണ് ഹെർ ഫേസ് ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. മുഖത്തൊരു ദുഃഖമാണ്, സങ്കടമാണ്. ഓൺ സൺഡേസ് ഓൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്ഡ്. ഇപ്പോൾ ഞായറാഴ്ച ദിവസം എല്ലാ ഷോപ്പും നമ്മുടെ ഇവിടുത്തെ പോലെ ക്ലോസ്ഡ് ആണ്. സോ ഐ സെറ്റ് ഔട്ട് മീൻസ് സ്റ്റാർട്ടഡ്, യാത്ര തിരിക്കുക. ടു ലുക്ക് ഫോർ ഹെർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഞായറാഴ്ച ദിവസം എല്ലാം കടവാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഓതർ എന്നാ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ശേഷം ഈ പെൺകുട്ടിയെ അന്വേഷിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. സോ ഐ സെറ്റ് ഔട്ട് ടു ലുക്ക് ഫോർ ഹെർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ മൺഡേ മോർണിംഗ്. ഇപ്പം തിങ്കളാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷമാണ് ഈ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം പുറത്തേക്ക് ടൗണിലേക്ക് പോയത്. കാരണം ഞായറാഴ്ച പോയിട്ട് കാര്യമില്ല, കാരണം ഓൾ ദ ഷോപ്സ് ആർ ക്ലോസ്ഡ് ഓൺ സൺഡേ. ഐ ലുക്ക്ഡ് ഇൻ ടു ദ ഷോപ്സ് ഓൺ ദ സ്ട്രീറ്റ്സ് നിയർ സെൻറ്റ് മാർട്ടിൻസ് ലെയിൻ ആൻഡ് എസ്പെഷ്യലി ദ ഷോപ്സ് ഓൺ ദ സ്ട്രാൻഡ്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ സൈഡിലോട്ടോ. ബട്ട് ഐ ഫൗണ്ട് നോ ട്രേസ് ഓഫ് ദ ഗേൾ. ഇപ്പോൾ ആ സെൻറ്റ് മാർട്ടിൻ ലൈനിൽ കൂടെയുള്ള സർവ്വ കടകളിൽ കൂടെ പോയെങ്കിലും നോ ട്രേസ് എന്ന് പറഞ്ഞാൽ ഇവളെ ട്രേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവളെ കണ്ടുപിടിക്കാൻ ഓതറിന് സാധിച്ചില്ല. ദ വീക്ക് പാസ്ഡ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. സാറ്റർഡേ കെയിം അഗെയിൻ. വീണ്ടും ശനിയാഴ്ചയായി. ഐ പ്രസൻറ്റഡ് മൈസെൽഫ് അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വൺസ് മോർ. ഓതർ എന്ത് ചെയ്തു? ഒരിക്കൽ കൂടി ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി. ആസ് ഐ എൻറ്റേഡ് ഐ സോ ഹെർ സിറ്റിംഗ് അറ്റ് ദ സെയിം ടേബിൾ ആസ് ബിഫോർ. ഓതറോട് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ കണ്ടത്? അവൾ കഴിഞ്ഞ ശനിയാഴ്ച ഇരുന്ന അതേ ടേബിളിലാണ് ഈ തവണയും ഈ ശനിയാഴ്ചയും ആ പെൺകുട്ടി ആ ഹോട്ടലിൽ ഇരുന്നത്. ഷീ വാസ് സീറ്റിംഗ്. സോ ഷീ വാസ് ഹാവിങ് ഹെർ ലഞ്ച്. അത് അവളുടെ ഭക്ഷണം, ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാക്ക്ഡ് അപ്പ് ആൻഡ് ടുക്ക് ദ ചെയർ ഓപ്പോസിറ്റ് ഹേഴ്സ് സെയിങ്. ഉടനെ ഓതർ എന്ത് ചെയ്തു? അതേ ഇരുന്ന ആ കസേര എടുത്തുകൊണ്ട് ഇവളിരുന്ന ടേബിളിൻ്റെ ഓപ്പോസിറ്റിലേക്ക് പോയി. ഉടനെ പറഞ്ഞ് ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എന്നിട്ട് ഇവളോട് ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഇവളും മറുപടി പറഞ്ഞു. ഷീ റെസ്പോണ്ടഡ് ഹെസിറ്റൻ്റ്ലി. റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുക. ഹെസിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈമയ്ക്കത്തോടല്ലേ, അല്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ കേട്ടോ. അപ്പം കാരണം ദിസ് ഇംഗ്ലീഷ് ഗേൾ ഷീ സീയിങ് ദിസ് ഓതർ ഫോർ ദ ഫസ്റ്റ് ടൈം അല്ലേ, ഇത് മുമ്പുള്ള പരിചയമൊന്നുമില്ല. അതുകൊണ്ട് വളരെ മനസ്സിലാ മനസ്സോടെയാണ് തിരിച്ച് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞത്. ബൈ മേക്കിംഗ് വൺ ബ്രീഫ് റിമാർക്ക് ആഫ്റ്റർ അനദർ ഐ വാസ് ഏബിൾ സ്ലോലി ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. അവരിങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു. അവസാനം ഫൈനലി ദേ എൻഗേജ് ഇൻ എ കോൺവെർസേഷൻ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംഭാഷണം. അവരങ്ങനെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അറ്റ് ലാസ്റ്റ് ഷീ ആസ്ക്ഡ്. അവസാനം ഈ പെൺകുട്ടി ചോദിച്ചു, ആർ യു ആൻ ഇന്ത്യൻ? താങ്കളൊരു ഇന്ത്യക്കാരനാണോ? മറുപടി എന്താ കൊടുത്തത്? യെസ്. ഓതർ പറഞ്ഞു, ഞാനൊരു ഇന്ത്യക്കാരനാണ്. അടുത്ത ചോദ്യം അത് എക്സ്ക്യൂസ് മീ
ആർ യു എ വെജിറ്റേറിയൻ അല്ലേ? പിന്നെ അടുത്ത ചോദ്യമാണ്, താങ്കളൊരു വെജിറ്റേറിയൻ ആണോ അതെയോ നോൺ വെജ് കഴിക്കുമോ, മാംസമൊക്കെ കഴിക്കുമോ? ഉടനെ ഓതർ ചോദിച്ചു, വൈ ഡു യു ആസ്ക് ദാറ്റ്? അങ്ങനെ ചോദിക്കാൻ കാരണം എന്നാ? ഐ ഹാവ് ഹേർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യയിലുള്ള കൂടുതൽ ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെ വെജിറ്റേറിയൻസ് അല്ലെങ്കിൽ പച്ചക്കറി മാത്രം കഴിക്കുന്നവരാണ്. ഹൗ ഈസ് ഇറ്റ് ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ? ഉടനെ ഓതർ ചോദിച്ചു, മോളെ നിനക്ക് എങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് അറിയുന്നത്? മറുപടി എന്താ? മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ, ഹീ ഈസ് എ സോൾജിയർ. ഇപ്പം പറഞ്ഞു, എൻ്റെ എൽഡർ ബ്രദർ മൂത്ത സഹോദരൻ ഇന്ത്യയിലാണ്, അദ്ദേഹം ഒരു സോൾജിയർ പട്ടാളക്കാരനാണ്. ഐ ആം നോട്ട് മച്ച് ഓഫ് വെജിറ്റേറിയൻ. ഉടനെ പറഞ്ഞു, ഞാനങ്ങനെ ഒരു പ്യുവർ വെജിറ്റേറിയൻ ഒന്നുമല്ല. ഐ ആൻസേർഡ് ഹെർ ക്വസ്റ്റ്യൻ, ബട്ട് ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ നൗ ആൻഡ് ദെൻ. പക്ഷേ വല്ലപ്പോഴൊക്കെ നല്ല ഒരു വെജിറ്റേറിയൻ മീൽ ഞാൻ എൻജോയ് ചെയ്യുന്നു, ആസ്വദിക്കുന്നു. ദ ഗേൾ സീംഡ് ഡിസപ്പോയിൻറ്റഡ്. അദ്ദേഹത്തിൻ്റെ ഈ ഉത്തരം കേട്ടപ്പോട്ടോ, വാട്ട് ഡിഡ് ഹി സേ? സി ഐ ആം നോട്ട് എ പ്യുവർ വെജിറ്റേറിയൻ. ഞാനൊരു പ്യുവർ വെജിറ്റേറിയൻ ഒന്നുമല്ല, പക്ഷെ എന്നാൽ വല്ലപ്പോഴൊക്കെ ഞാൻ വെജിറ്റേറിയൻ ഫുഡ് നന്നായി എൻജോയ് ചെയ്യുന്നു. അപ്പോൾ സ്ഥിരമായി കഴിക്കുന്നില്ല എന്ന് കേട്ടപ്പോഴത്തേനും ദ ഗേൾ സീംഡ് ഡിസപ്പോയിൻറ്റഡ് അല്ലേ? ഈ പെൺകുട്ടിക്ക് ആകപ്പാടൊരു സങ്കടം, നിരാശ വന്നു. ഐ ലേൺ ദാറ്റ് ഹെർ ഓൺലി ഗാർഡിയൻ വാസ് ദിസ് എൽഡർ ബ്രദർ. അപ്പോൾ ഇവളിൽ നിന്ന് മനസ്സിലായി എന്താണ്? ഇവളുടെ ഏക ഒരു ഗാർഡിയൻ, രക്ഷകർത്താവ് ആരാ? ഇവളുടെ ഈ സഹോദരനാണ്. ഷീ ലീവ്ഡ് വിത്ത് ഹെർ ഓൾഡ് വിഡോഡ് മദർ. സോ ദിസ് ഗേൾ, ഷീ ലോസ്റ്റ് ഹെർ father. So this young English girl of 13 or 14 years, so she is living with her widowed mother. Widowed എന്ന് പറഞ്ഞാൽ വിധവയായ കേട്ടോ. വിഡോ എന്ന് പറഞ്ഞാൽ വിധവ. അതിൻ്റെ മസ്കുലിൻ ജെൻഡറാണ് വിഡോവർ, അതായത് വിഭാര്യൻ, ഭാര്യ മരിച്ച പുരുഷൻ. ഡു യു ഹിയർ ഫ്രം യുവർ ബ്രദർ? ഉടനെ ഓതർ ചോദിച്ചു, ചേട്ടനിൽ നിന്ന് ന്യൂസൊക്കെ കിട്ടുന്നുണ്ടോ? ഉടനെ വാട്ട് ഇസ് റിപ്ലൈ ഗിവൺ ബൈ ദിസ് യങ് ഗേൾ? വി ഹാവ് നോട്ട് ഹാഡ് ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. അപ്പം അവൾ പറയുകയാണ്, ഞങ്ങൾക്ക് അവനിൽ നിന്ന് എഴുത്തൊക്കെ കിട്ടിയിട്ട് ഒരുപാട് നാളായി. മൈ മദർ ഈസ് വെരി വറീഡ്. ഇപ്പോൾ എഴുത്തൊന്നും കിട്ടാത്ത കാരണം എൻ്റെ അമ്മയ്ക്ക് അതോർത്ത് ഭയങ്കര വിഷമമാണ്. പീപ്പിൾ ടെൽ ഹെർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. കാരണം ആൾക്കാരെന്നാ പറയുന്നത്, ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ മൊത്തം എന്താ? ഫുൾ ഓഫ് ടൈഗേഴ്സ്, കടുവ അല്ലെ പുലിയുണ്ട്, പിന്നെന്താ സ്നേക്സ് പാമ്പ്, ആൻഡ് ഫീവേഴ്സ് പനി കേട്ടോ. നമുക്കറിയാം പണ്ടൊക്കെ ഈ വടക്കേന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ ഈ മലമ്പനി കേട്ടോ, അതായത് ഈ എന്താണ് നമ്മുടെ ഈ ഷിവറിങ് ആണ് കേട്ടോ അല്ലേ, ഇങ്ങനെ ഷിവറിങ് വരും ഭയങ്കര, അതായത് മലേറിയ കേട്ടോ. മലമ്പനി എന്ന് പറഞ്ഞാൽ മലേറിയ. അപ്പോൾ ഈ മലേറിയ വന്ന് ഒരുപാട് ആൾക്കാരൊക്കെ മരിക്കും. അതുപോലെ ഒരുപാട് ആൾക്കാരെ കടുവ പിടിക്കുന്നു, അല്ലെങ്കിൽ പുലി പിടിക്കുന്നു. അതുപോലെ ഒരുപാട് ആൾക്കാരെ പാമ്പൊക്കെ കടിച്ച ആൾക്കാർ മരിക്കാറുണ്ട്. ഷീ ഈസ് അഫ്രൈഡ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം അല്ലേ. അപ്പം ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കുള്ള പേടി എന്താ? സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹെർ ബ്രദർ. ഇവളുടെ സഹോദരന് എന്തോ സംഭവിച്ചു, അതുകൊണ്ടാണ് എഴുത്തൊന്നും കിട്ടാതിരിക്കുന്നത്. ഈസ് ഇറ്റ് ട്രൂ സർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്? അപ്പോൾ ഉടനെ ഓദറിനോട് ഈ പെൺകുട്ടി ചോദിച്ചത്, ഞാൻ കേട്ടത് ശരിയാണോ? ഇന്ത്യയിൽ മൊത്തം കടുവയും പുലിയും, അതുപോലെ ഇന്ത്യയിൽ മൊത്തം പാമ്പുകളും, അതുപോലെ എന്താണ് ഇഷ്ടംപോലെ ഫീവേഴ്സ് പനി അല്ലെങ്കിൽ മലേറിയ. നോ ഐ സ്മൈൽഡ്. അങ്ങനെയൊന്നുമില്ല. ഹൗ കുഡ് പീപ്പിൾ ലീവ് ദെയർ ഇഫ് ഇറ്റ് വർ അല്ലേ. ഇതൊക്കെ ആയിരുന്നുവെങ്കിൽ ആൾക്കാർ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്? ദ ഗേൾ സൈഡ് സ്ലോലി. സൈഡ് അർത്ഥം ദീർഘശ്വാസം വിടുക, ഒരു ആശ്വാസത്തോടെ ദീർഘശ്വാസം വിട്ടു. മദർ സെയ്സ് ഷീ വുഡ് ലൈക്ക് ടു ആസ്ക് ആൻ ഇന്ത്യൻ അബൌട്ട് ദീസ് തിങ്സ് ഇഫ് ഷീ ക്യാൻ ഫൈൻഡ് ആൻ ഇന്ത്യൻ. അപ്പം അമ്മയുടെ ആഗ്രഹം എന്താ? ഒരു ഇന്ത്യക്കാരനെ കാണുമായിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് ചോദിക്കാമായിരുന്നു.
ഇന്ത്യയെക്കുറിച്ച്. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ഐസ് ഫുൾ ഓഫ് എൻട്രീറ്റി. എൻട്രീറ്റി മീൻസ് റിക്വസ്റ്റ്, ഒരു യാചനാ രൂപേണ കേട്ടോ. ഈ പെൺകുട്ടി ഇയാളുടെ നേരെ നോക്കി. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷീ ഫെൽറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തുമാത്രം താല്പര്യത്തോടുകൂടിയാണ് ഈ പെൺകുട്ടിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഷീ വാണ്ടഡ് മീ ടു സീ ഹെർ മദർ. അപ്പോൾ ഇവളുടെ ആഗ്രഹം എന്താ? ഈ ഓദറിനെ അല്ലെങ്കിൽ ഗുപ്ത പോയി ഇവളുടെ അമ്മേനെ കാണണം. ബട്ട് ഷീ ഡി നോട്ട് ഹാവ് ദ കറേജ് ടു ആസ്ക് മീ ടു അക്കമ്പനി ഹെർ ഹോം. എന്നാൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഇത് ചോദിക്കാനുള്ള കറേജ്, ധൈര്യം ഈ പെൺകുട്ടിക്ക് ഇല്ലായിരുന്നു താനും. എ കീൻ ഡിസയർ. കീൻ എന്ന് പറഞ്ഞാൽ ആഴമായ അല്ലേ, ഭയങ്കര താല്പര്യം. ഡിസയർ ആഗ്രഹം. ടു മീറ്റ് ദിസ് പുവർ ആങ്ഷ്യസ് മദർ ടുക്ക് ഹോൾഡ് ഓഫ് മീ. ഉടനെ ഓദർക്കും തോന്നി ഈ പാവം പെൺകുട്ടിയുടെ അമ്മേനെ കാണണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം ഈ ഓദറിൽ ഉണ്ടായി. ഐ ഹാഡ് നോട്ട് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ആൻ ഇംപ്രോവിസ്ഡ് ഇംഗ്ലീഷ് ഹോം. ഇംപ്രോവിസ്ഡ് മീൻസ് വെരി പുവർ. ഇപ്പോൾ ഒരു പാവപ്പെട്ട ഇംഗ്ലീഷ് കുടുംബം കാണാനുള്ള ഇതുവരെ ഭാഗ്യം ഓദറിന് ഉണ്ടായില്ല. ഐ വിഷ് ടു സീ ഹൗ ദ പുവർ ലീവ്ഡ് ഇൻ ദിസ് കൺട്രി. ഇപ്പോൾ നമുക്കറിയാം യു കെയിലുള്ള ആൾക്കാരെല്ലാവരും ധനികരുന്നല്ലോ കേട്ടോ. അവിടെയും പാവപ്പെട്ടവരുണ്ട്. അല്ലെ, അമേരിക്കയിലും എല്ലാ ആൾക്കാരും സമ്പന്നരാണെന്ന് വിചാരിക്കരുത്, അവിടെയും പാവപ്പെട്ടവരുണ്ട്. ഓസ്ട്രേലിയ, അപ്പോൾ എല്ലായിടത്തും പാവപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഇനി അമേരിക്കയിലൊക്കെ പാവങ്ങളാണെങ്കിൽ പ്രത്യേകം എന്താ? ദേ ആർ നോട്ട് റെഡി ടു ഗോ ഫോർ വർക്ക്. അവരാരും ജോലി ചെയ്യാൻ തയ്യാറിലാവുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഈ പീപ്പിൾ ആർ റെഡി ടു വർക്ക്. സാമ്പത്തികമായി അവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം. ഉടനെ ഈ പെൺകുട്ടിയുടെ ഓദർ ചോദിച്ചു, എന്നെ നിൻ്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്താമോ? വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം. ഞാൻ നിന്നോട് വീട്ടിലേക്ക് വരട്ടെ. അക്കമ്പനി എന്ന് പറഞ്ഞാൽ കൂടെ പോരുക. ഐ ക്യാൻ ഗോ ഹോം സം ഡേ. ഞാൻ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വരാം. ദ ഗേൾസ് ഐസ് ബ്രിംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ബ്രിംഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വക്കല്ല, ബ്രിം അർത്ഥം വക്കാണ്. അപ്പം ഇങ്ങനെ എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. അപ്പോൾ അവളുടെ കണ്ണിങ്ങനെ സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ എന്താണ്, നന്ദി കൊണ്ട് നിറഞ്ഞു. താങ്ക് യു എവർ സോ മച്ച് ഷീ സെഡ്. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു. ക്യാൻ യു കം നൗ. അല്ലേ? അപ്പം ഉടനെ ഇവള് ചോദിച്ചു. ഇത് കേട്ടത്തേനും ഓദർക്ക് ഭയങ്കര മാഗിക്ക് ഭയങ്കര സന്തോഷമായി. മാഗി ചോദിച്ചു. മാഗി എന്നിട്ട് ഓദറോട് ചോദിച്ചു, ക്യാൻ യു കം നൗ. താങ്കൾക്ക് ഇപ്പോൾ എൻ്റെ കൂടെ വരാമോ? വിത്ത് പ്ലഷർ. ഓദർ പറഞ്ഞെന്താ? ഗുപ്ത പറഞ്ഞു, സന്തോഷത്തോടെ ഞാൻ വരാം. ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. ഇൻ്റർഫിയർ എന്ന് പറഞ്ഞാൽ തടസ്സം നിൽക്കുക അല്ലെങ്കിൽ ഇടപഴകല്ലേ. താങ്കളിപ്പോൾ എൻ്റെ കൂടെ പോരുന്നതുകൊണ്ട് താങ്കൾക്ക് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. നോ 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 നോട്ട് അറ്റ് ഓൾ. ഒരു തടസ്സമില്ല. ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റയർലി മൈ ഓൺ. ഈ ഏത് ആഫ്റ്റർനൂണാണ്? സാറ്റർഡേ. ഈ ശനിയാഴ്ച ആഫ്റ്റർനൂൺ ഉച്ച കഴിഞ്ഞ് ഞാൻ ഫുൾ ടൈം ഫ്രീ ആണ്. ദ ഗേൾ വാസ് ഡിലൈറ്റഡ്. ഡിലൈറ്റഡ് മീൻസ് ഹാപ്പി. ഈ പെൺകുട്ടി ഭയങ്കര സന്തോഷമായി. വി ഫിനിഷ് അവർ ലഞ്ച് ആൻഡ് ഗോട്ട് അപ്പ് ടുഗദർ. രണ്ടുപേരും ഭക്ഷണം കഴിച്ചു, ഒന്നിച്ച് എഴുന്നേറ്റു. ആസ് വി വാക്ക്ഡ് ഐ ആസ്ക്ഡ് ഹെർ. നടന്ന വഴിക്ക് സമയത്ത് ചോദിച്ചു, മേ ഐ നോ യുവർ നെയിം. അല്ലേ? പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ നിൻ്റെ പേരെന്താണ്? മൈ നെയിം ഈസ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. ഉടനെ ഇവള് പറഞ്ഞു, വാട്ട് ഈസ് ഹെർ നെയിം? ഷീ സെഡ് ഹെർ നെയിം വാസ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. വുഡ് യു മൈൻഡ് വാക്കിംഗ്? ഷീ ആസ്ക്ഡ്. അപ്പോൾ ഉടനെ എന്നിട്ട് ഓദറിനോട് ഇവള് ചോദിക്കുകയാണ്, വുഡ് യു മൈൻഡ് വാക്കിംഗ്, അതായത് നടക്കുന്നതുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ? നോട്ട് അറ്റ് ഓൾ. എനിക്കൊരു കുഴപ്പമില്ല. ഐ ആൻസേർഡ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു. മോളെ, എനിക്ക് നടക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നോ, ഐ വാക്ക് ഹോം എവറി ഡേ. ഇപ്പോൾ ഇവളെന്താ മറുപടി പറഞ്ഞ്, ഞാൻ എല്ലാ ദിവസവും നടന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. ഐ ആസ്ക്ഡ് ദ ഗേൾ, ഡു യു കം ദിസ് വേ ഓഫൺ?
ഈ വഴി എല്ലാ ദിവസവും വരാറുണ്ടോ? കൂടെ വരാറുണ്ടോ? ഓഫൺ അർത്ഥം കൂടെ. യെസ് ഷീ ആൻസേർഡ്. ഞാൻ മിക്കപ്പോഴും ഈ വഴി വരാറുണ്ട്. ഐ വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോഴ്സ്. ഞാൻ സിവിൽ സർവീസ് സ്റ്റോഴ്സിൽ ഒരു ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. എവറി ആഫ്റ്റർനൂൺ ഐ കം ഹോം ദിസ് വേ. ടുഡേ ഈസ് സാറ്റർഡേ സോ ഐ ആം ഓഫ് എർലി. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ ഈ ഇതുവഴിയാണ് ഞാൻ നടന്നു വരുന്നത്. ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് ജോലിയില്ല, ഉച്ചകഴിഞ്ഞ് ഓഫാണ്. ഷാൽ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലീസ്? ഉടനെ ഓദർ ചോദിച്ചു, ഞാൻ നിന്നെ മിസ് ക്ലിഫോർഡ് അല്ലെങ്കിൽ ആലീസ് എന്ന് വിളിച്ചോട്ടെ? ഐ ആം നോട്ട് ഗ്രോൺ അപ്പ് എറ്റ്. അല്ലേ, അത് വിളിക്കാൻ മാത്രം ഞാൻ വളർന്നില്ല. യു മേ കോൾ മീ വാട്ട് യു ലൈക്ക്. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. ഐ ആം യൂഷ്വലി കോൾഡ് മാഗി. അല്ലേ, മാഗി എന്നാണ് ആൾക്കാരെന്നെ വിളിക്കുന്നത്. ഷീ ലാഫ്ഡ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പം പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പം അവർക്ക് ഒറിജിനൽ പേര് കാണും. ചിലപ്പം പെൺകുട്ടിയാണെങ്കിൽ അവരെ വിളിക്കുന്നത് ചിലപ്പം മുത്തായിരിക്കും. അല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല ഓമന പേരുകളിലാണ് വിളിക്കുന്നത്. സോ ഹിയർ ദിസ് ഹെർ റിയൽ നെയിം ഈസ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്, ബട്ട് ഷീ ഈസ് നോൺ ബൈ മാഗി. ആർ യു വെരി ആങ്ഷ്യസ് ടു ഗ്രോ അപ്പ്? ഉടനെ ചോദിച്ചു, നിനക്കിങ്ങനെ വളർന്നു വലുതാകാൻ വലിയ ആഗ്രഹമുണ്ടോ, ആകാംക്ഷയുണ്ടോ? യെസ്. ടെൽ മീ വൈ. എന്തുകൊണ്ടാണ്? വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൽ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്. മൈ മദർ ഈസ് ഓൾഡ്. അല്ലേ, ഇപ്പം ഞാൻ കുറേ കൂടെ വളർന്നു വലുതാണെങ്കിൽ ഐ വിൽ ബി പെയ്ഡ് മോർ. എനിക്ക് കൂടുതൽ ശമ്പളമൊക്കെ കിട്ടും. കാരണം എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി പ്രായമായി. ഈസ് ദ വർക്ക് യു ഡു ടു യുവർ ലൈക്കിംഗ്? ഇപ്പം നീ ചെയ്യുന്ന ജോലി നിനക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ? നോ. ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. അല്ലേ, ഇതൊരു മെക്കാനിക്കൽ വർക്കാണ്. ഐ വോണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ് ബ്രെയിൻ വർക്ക്. ഇതിങ്ങനെ ഒരു മെക്കാനിക്കൽ, ഒരു ടിപ്പിക്കൽ വർക്കാണ്. ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നു. പക്ഷേ നമുക്കറിയാം, ഷീ ഈസ് വെരി ഇൻ്റലിജൻറ്റ്. സോ ഷീ വാണ്ട്സ് ടു മേക്ക് യൂസ് ഓഫ് ഹെർ ബ്രെയിൻ. അല്ലേ, ബ്രെയിൻ തലച്ചോറ്. അപ്പോൾ തലച്ചോറ് ഉപയോഗിച്ചുള്ള ജോലി ചെയ്യാനാണ് മാഗിക്ക് ഇഷ്ടം. ആരെപ്പോലെ? ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. അല്ലേ, ഒരു സെക്രട്ടറിയുടെ ജോലി ചെയ്യാനാണ് മാഗിക്ക് താല്പര്യം. വി ക്രോസ് ദ ബ്രിഡ്ജ് ആൻഡ് അറൈവ്ഡ് ഇൻ ലാംബത്ത്. ഇപ്പം ഇവരിങ്ങനെ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തു, പാലമൊക്കെ കടന്ന് ലാംബത്ത്. ഈ ലാംബത്ത് എന്ന സ്ട്രീറ്റിലാണ് ഈ പെൺകുട്ടിയുടെ വീട് താമസിച്ചത്. അവസാനം അവർ ഈ പെൺകുട്ടി താമസിച്ച ലാംബത്ത് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇറ്റ് ഈസ് എ പുവർ നെയ്ബർഹുഡ്. സാധാരണ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്നൊരു ഏരിയയാണ്. ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി, മാഗി സെഡ്, ഐ ഷാൽ ടേക്ക് മദർ അവേ ഫ്രം ഹിയർ. ഞാനൊരു സെക്രട്ടറി ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഏരിയയിൽ നിന്ന് ഇവിടുത്തെ വളരെ ദയനീയ അവസ്ഥയാണ്. ഞാനിവിടെ നിന്ന് നല്ല സൗകര്യമുള്ള സ്ഥലത്തേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ട് ഞാൻ പോകും. ഡിഡ് യുവർ ഫാദർ കോൾ യു മാഗി ഓർ മാക്സി? ഉടനെ ചോദിച്ചു, താങ്കളുടെ മോളെ നിൻ്റെ പപ്പ അല്ലെങ്കിൽ ഫാദർ നിന്നെ എങ്ങനെയാണ് വിളിച്ചത്? മാഗി എന്നാണോ അതോ മാക്സി എന്നാണോ? വെൻ ഹി വാസ് വെരി അഫെക്ഷനേറ്റ് മീൻസ് ലവിങ്. ഇല്ലേ, ഇപ്പോൾ ഡാഡിക്ക് അല്ലെങ്കിൽ ഫാദറിന് സ്നേഹം കൂടുമ്പോൾ ഹി കോൾഡ് മീ മാക്സിനെ വിളിക്കുന്നത്. ഹൗ ഡിഡ് യു നോ? താങ്കൾക്ക് എങ്ങനെ മനസ്സിലായത്? യെസ് ഐ ആൻസേർഡ് മിസ്റ്റീരിയസ്ലി. എനിക്കൊക്കെ അറിയാം. വി ആർ ഇന്ത്യൻസ്. ഞങ്ങൾ ഇന്ത്യക്കാരല്ലേ. യു നോ, വി നോ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് മാജിക്. അല്ലേ, ഞങ്ങൾക്ക് ഭാവിയെക്കുറിച്ചും അതുപോലെ എല്ലാ തരത്തിലുള്ള മാന്ത്രിക വിദ്യകളും ഞങ്ങൾക്ക് അറിയാം. ബിക്കോസ് വി ആർ ഇന്ത്യൻസ്. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹേർഡ്, ഷീ സെഡ്. ഉടനെ ഇവൾ പറഞ്ഞു, ഞാനും അതുതന്നെയാണ് ഇന്ത്യക്കാരെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഇൻഡീഡ് റിയലി. ശരിക്കും നീ കേട്ടിട്ടുണ്ടോ? ഐ വാസ് സർപ്രൈസ്. അല്ലേ, ഓദറിന് അത്ഭുതം തോന്നി.
വാട്ട് ഹാവ് യു ഹേർഡ്? ഓദർ ചോദിച്ചു, നീ എന്താണ് കേട്ടിരിക്കുന്നത്? ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹൂ ഹാവ് ഓക്കൾട്ട് പവേഴ്സ്. ഓക്കൾട്ട് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഹിഡൻ പവേഴ്സ് കേട്ടോ, മാജിക്കൽ പവേഴ്സ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യക്കാർക്കൊക്കെ ഇങ്ങനെ ഹിഡൻ എന്ന് പറഞ്ഞാൽ എന്നാ, ഒളിഞ്ഞെടുക്കുന്ന, നമുക്ക് പുറമേ കാണാൻ പറ്റിയല്ല, എന്നാൽ അവർക്ക് ചില മാന്ത്രിക ശക്തികൾ അല്ലെങ്കിൽ കഴിവുകളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ ഇന്ത്യക്കാരെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. ദേ ആർ കോൾഡ് യോഗീസ്. അപ്പം ഇങ്ങനെ മാന്ത്രിക കഴിവുള്ള അല്ലെങ്കിൽ ഇങ്ങനെ സിദ്ധമായ ചില സിദ്ധികളുള്ള ആൾക്കാരെങ്ങനെ അറിയപ്പെടുന്നത്? അവരെയാണ് യോഗി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്യാസികൾ. ബട്ട് യു ആർ നോട്ട് എ യോഗി. പക്ഷെ താങ്കളൊരു യോഗിയൊന്നും അല്ലല്ലോ. ഹൗ ഡു യു നോ ദാറ്റ് ഐ ആം നോട്ട് എ യോഗി മാഗി? ഉടനെ ചോദിച്ചു, ഞാനൊരു യോഗിയല്ല എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. ഉടനെ പറഞ്ഞു, യോഗീസ് അല്ലെങ്കിൽ സന്യാസിമാർ സാധാരണ ഇങ്ങനെ മാംസമൊന്നും കഴിക്കാറില്ല. ഈസ് ദാറ്റ് വൈ യു ആസ്ക്ഡ് മീ ഇൻ ദ ബിഗിനിങ് വെദർ ഐ ആം എ വെജിറ്റേറിയൻ ഓർ നോട്ട്? ഉടനെ ഓദർ ചോദിച്ചു, ഇതുകൊണ്ടാണോ നീ കാഷോട് ചോദിച്ചത് ഞാനൊരു വെജിറ്റേറിയൻ ആണോ അല്ലയോ എന്ന്? ഷീ സ്മൈൽ വിത്തൗട്ട് ആൻസറിങ്. പക്ഷേ ഇന്ന് ചിരിച്ചേ ഉള്ളൂ, മറുപടി ഒന്നും പറഞ്ഞില്ല. വി ഹാഡ് റീച്ച് എ നാരോ ഡോർവേ. നമ്മളിങ്ങനെ ഒരു നാരോ ഇടുങ്ങിയ കേട്ടോ, ഒരു ഇടുങ്ങിയ വാതിലിനായി. മാഗി ടുക്ക് എ തിൻ ലാച്ച് കീ ഔട്ട് ഓഫ് ഹർ പോക്കറ്റ് ആൻഡ് ഓപ്പൺ ദ ഡോർ. മാഗി എന്ത് ചെയ്തു? അവളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ താക്കോലെടുത്ത് ഡോറ് തുറന്നു. ഷി എൻറ്റേഡ് ആൻഡ് സെഡ് പ്ലീസ് കം ഇൻ. അവൾ അകത്തേക്ക് കയറി. എന്നിട്ട് ഓദർ പറഞ്ഞു, അകത്തേക്ക് വരൂ. വെൻ ഐ വാസ് ഇൻസൈഡ് മാഗി ക്ലോസ് ദ ഡോർ. അകത്ത് കയറിയപ്പോഴും മാഗി ഡോറൊക്കെ ക്ലോസ് ചെയ്തു. ഷി വെൻ ടു ദ ഫുട്ട് ഓഫ് ദ സ്റ്റെയർസ് ആൻഡ് റൈസിങ് ഹെർ വോയിസ് എ ലിറ്റിൽ കോൾഡ് മദർ വേർ ആർ യു. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ അടുത്ത് നിന്നിട്ട് മുകളിലേക്ക് കണ്ണുയർത്തി വിളിച്ചു, അമ്മ എവിടെയാണ്? ഐ ആം ഇൻ ദ കിച്ചൺ. അമ്മ പറഞ്ഞ മറുപടി എന്താ? ഞാൻ അടുക്കളയിലാണ്. ദ ആൻസർ കെയിം ഫ്രം ബിലോ, അല്ലേ? ഇപ്പോൾ താഴെ, അടുക്കളയൊക്കെ താഴെയാണ്. അപ്പം അമ്മച്ചി പറഞ്ഞു, ഐ ആം ഇൻ ദ കിച്ചൺ, കം ഡൗൺ. ഉടനെ പറഞ്ഞു, അമ്മ പറഞ്ഞു താഴേക്ക് വരാൻ പറഞ്ഞു. ഇറ്റ് ഈസ് നെസസറി ടു എക്സ്പ്ലെയിൻ ഹിയർ ദാറ്റ് ലണ്ടൻ സ്ട്രീറ്റ്സ് ആർ എബവ് ഗ്രൗണ്ട്, കിച്ചൺസ് ആർ ഓഫൺ ബിലോ സ്ട്രീറ്റ് ലെവൽ. അപ്പം ഇങ്ങനെ ഈ സെല്ലാർ അല്ലെങ്കിൽ അടിനിലയിലാണ് അടുക്കള, പിന്നെ അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോർ, അങ്ങനെയാണ് അവിടുത്തെ കെട്ടിടത്തിൻ്റെയൊക്കെ ഒരു രീതി. മാഗി ലുക്ഡ് അറ്റ് മീ ക്വസ്റ്റ്യനിങ്ങിൽ, അല്ലേ? ഒരു ചോദ്യൊരു ഭാവേന മാഗി ഈ ഓദറിനെ നോക്കി. ഡു യു മൈൻഡ്? എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. നോട്ട് ഇൻ ദ ലീസ്റ്റ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല. കമോൺ ഐ സെഡ്. ടുഗദർ വി ഡിസെൻഡഡ് ദ സ്റ്റെയേഴ്സ് ടു ദ കിച്ചൺ. ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ താഴേക്ക് ഇറങ്ങുക കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റാണ് അസെൻഡിങ്, മുകളിലേക്ക് കയറുക. അപ്പോൾ എന്ത് ചെയ്തു? ഓദറും ഗുപ്തയും മാഗിയും കൂടെ താഴെയുള്ള അടുക്കളയിലേക്ക് ഇറങ്ങി കേട്ടോ. ഡിസെൻഡ് ചെയ്യുക, ഇറങ്ങുക. മദർ സെഡ് മാഗി ഫ്രം ദ ഡോർവേ, ആൻ ഇന്ത്യൻ ജെൻറ്റിൽമാൻ ഹാസ് കം ടു സീ യു. മാഗി പറഞ്ഞു, ഒരു ഇന്ത്യക്കാരൻ അമ്മച്ചിയെ കാണാൻ വന്നിട്ടുണ്ട്. സി യു എന്ന് പറഞ്ഞാൽ മാഗീസ് മദർ. വേർ ഈസ് ഹി? അവൻ എവിടെയാ? ദ ഓൾഡ് വുമൺ ആസ്ഡ് ഈഗർലി. വളരെ ആകാംക്ഷയോടെ, ജിജ്ഞാസയോടെ ഈ മാഗിയുടെ അമ്മ ചോദിച്ചു, ആ ഇന്ത്യക്കാരൻ എവിടെയാ? വിത്ത് എ സ്മൈൽ ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദ കിച്ചൺ ബിഹൈൻഡ് മാഗി. ഒരു പുഞ്ചിരിയോട് കൂടി കിച്ചണിലേക്ക് ചെന്നു. ഷീ ഇൻട്രൊഡ്യൂസ് അസ്. മാഗി എന്ത് ചെയ്തു? ഓദറിനെ പരിചയപ്പെടുത്തി. ദിസ് ഈസ് മിസ്റ്റർ ഗുപ്ത മദർ. ഷീ സെഡ്, മിസ്റ്റർ ഗുപ്ത മൈ മദർ. സോ മാഗി ഇൻട്രൊഡ്യൂസ് ഗുപ്ത ടു മദർ and mother to Gupta. How do you do
ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ് കേട്ടോ. എന്നിട്ട് ഉടനെ ചോദിച്ചു എങ്ങനെയുണ്ട് സുഖമൊക്കെയാണെന്ന് ചോദിച്ചു കേട്ടോ. ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്, എന്നിട്ട് ഓതറിൻ്റെ കയ്യെ പിടിച്ചു. എക്സ്ക്യൂസ്, ഇപ്പോൾ ഹൗ ഡു യു ഡു, ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ്. ഇപ്പോൾ ഈ ഗുപ്ത എന്താ ചെയ്തത്, മാഗിയുടെ അമ്മയോട് ചോദിച്ചു എന്താണ് ഹൗ ഡു യു ഡു എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് ഹൗ ആർ യു, സുഖമാണോ. ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, ഓതർ ഇയാളുടെ കയ്യെ പിടിച്ചു. അല്ലെങ്കിൽ ഈ മാഗിയുടെ അമ്മയുടെ കയ്യെ പിടിക്കാണ്ട് അങ്ങ് ശ്രമിച്ചു. എക്സ്ക്യൂസ് മീ മൈ ഹാൻഡ്സ്, ഷീ സെഡ് ഹോൾഡിങ് ദം ഔട്ട് ഫോർ മീ ടു സീലേ. ഇപ്പോൾ ഉടനെ അവൾ പറഞ്ഞു അയ്യേ എൻ്റെ കൈ പിടിക്കണ്ട. ദേ വെയർ കവേർഡ് വിത്ത് ഫ്ലോർ എന്ന് പറഞ്ഞാൽ മൈദ അല്ലെങ്കിൽ മാവ് കേട്ടോ. അപ്പോൾ ഈ ഷി വാസ് മേക്കിംഗ് കേക്ക്, അവളിങ്ങനെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ കൈ നിറയെ മൈദയാണ് അല്ലെങ്കിൽ മാവാണ്, അതുകൊണ്ടാണ് അവളെ കൈ പിൻവലിച്ചത്. ടുഡേ ഈ സാറ്റർഡേ, ഇന്ന് ശനിയാഴ്ചയാണ്. ഷീ എക്സ്പ്ലെയിൻഡ് ഐ ആം മേക്കിംഗ് കേക്ക്സ്, ഞാനിപ്പം കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പീപ്പിൾ വിൽ കം ടു ബൈ ദം ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം ആൾക്കാരെല്ലാം കേക്ക് വാങ്ങിക്കാൻ വരും. ദേ വിൽ ബി സോൾഡ് ഓൺ ദ സ്ട്രീറ്റ്സ് ടുനൈറ്റ്. ടുനൈറ്റ് മീൻസ് ഈ രാത്രിയിൽ, ഇന്ന് തന്നെ ഇതെല്ലാം വിൽക്കുകയും ചെയ്യും. ദിസ് ഈസ് ദ വേ വി മേക്ക് അവർ ലിവിങ്, ഇങ്ങനെയാണ് ഞങ്ങളുടെ മേക്ക് അവർ ലിവിങ് എന്ന് പറഞ്ഞാൽ വരുമാന മാർഗം കേട്ടോ. ഈ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നത്, ഈ കേക്ക് വിറ്റാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ലോട്ട്സ് ഓഫ് ട്രബിൾ, അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി. സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പുവർ നെയ്ബർഹുഡ്സ് കേട്ടോ. ഫെസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഉത്സവമാണ്. ഇപ്പം ശനിയാഴ്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചൊരു ഉത്സവ പ്രതീതിയാണല്ലേ. ഇൻ പുവർ നെയ്ബർഹുഡ്സ്, പാവപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത്. ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആർ സോൾഡ് ഫ്രം കൗണ്ട്ലെസ് ലൈറ്റഡ് പുഷ് കാർട്ട്സ് കേട്ടോ. പുഷ് കാർട്ട് എന്ന് പറഞ്ഞാൽ ഉന്തുവണ്ടിയില്ലേ, നമുക്കറിയാം ഉന്തുവണ്ടിയിൽ ഇങ്ങനെ ഈ ഇലുമിനേഷൻ കേട്ടോ, അതിൻ്റെ ഇങ്ങനെ മിന്നുന്ന ബൾബൊക്കെ പിടിപ്പിച്ചിട്ടാണ് ആൾക്കാർ, നമുക്കറിയാം. പിന്നെ ഇഫ് യു ഗോ ടു മറീന ബീച്ച് കേട്ടോ, ഇപ്പോൾ ഈ മറീന ബീച്ചിൽ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഈ അവിടെയൊക്കെ എന്താണ് ബീച്ചിൽ ഇങ്ങനെ രാത്രിയിലാണ് കച്ചവടങ്ങൾ മുഴുവൻ. ചില ആൾക്കാരിങ്ങനെ ഫിഷ് വിൽക്കുന്നു, ചില ആൾക്കാരിങ്ങനെ ഈ സോന്ത് മുറുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ കടല, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വിൽക്കുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ ഉന്തുവണ്ടിയിലാണ്. ബട്ട് ആൾക്കാർക്ക് അറിയാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ആ ഉന്തുവണ്ടിയിൽ ഇങ്ങനെ ഇലുമിനേഷൻ പിടിപ്പിക്കുകയും ചെയ്യും, തിളങ്ങും. ദ സ്ട്രീറ്റ്സ് ആർ മോർ ക്രൗഡഡ് ദാൻ ഓൺ എനി അതർ ഡേ അല്ലേ. അപ്പം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശനിയാഴ്ച മാത്രം സ്ട്രീറ്റ്സ് വളരെ തിരക്കാണ്. സാറ്റർഡേ ഈസ് ദ ഡേ ദ പുവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ. കാരണം സാറ്റർഡേ ആണ് എല്ലാവർക്കും ശമ്പളം കിട്ടുന്നത്, അതുകൊണ്ട് അന്ന് അവർ ഷോപ്പിംഗ് വരുന്നു. ഫോർ ദ റിസീവ് ദർ വീക്ക്ലി വേജസ് മീൻസ് സാലറി. അപ്പോൾ എല്ലാ ശനിയാഴ്ചയുമാണ് ജോലിക്കാർക്ക് അവരുടെ ശമ്പളം കിട്ടുന്നത്. ഇൻഗ്രീഡിയൻസ് ഫോർ കേക്ക് മേക്കിംഗ്, ഈ കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ചേരുവകൾ ഏതൊക്കെയാണ്? ഒന്ന് ഫ്ലോർ, അതായത് മാവ് അല്ലെങ്കിൽ മൈദ. ഷുഗർ പഞ്ചസാര. ഫാറ്റ് നെയ്യ്. റൈസിൻസ് ഉണക്കമുന്തിരി. എഗ്സ് മുട്ട. ആൻഡ് സോ ഫോർത്ത് വെയർ സെറ്റ് ഔട്ട് ഇൻ റെഡിനെസ് അപ്പോൺ ദ ഡ്രസ്സർ. സെവറൽ ഫ്രഷ്ലി ബേക്ക്ഡ് കേക്ക്സ് ഇൻ ടിൻസ് വെയർ ഓൾസോ ദയർ. ഇപ്പോൾ ഒത്തിരി ഫ്രഷായ വാങ്ങിച്ച നിർമ്മിച്ച കേക്കുകളെല്ലാം ഇങ്ങനെ ടിന്നകത്ത് വെച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇനഫ് ഫോർ ടുഡേ.